സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സന്തോഷമെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഇബാദത്തിന് ഖബൂലിയത്തില്ല എന്ന നല്ല തിരിച്ചറിവ് വേണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പാതിരാ സമയത്ത് നിങ്ങൾ കിട്ടിയ ഫോണിൽ ഇങ്ങനെ നിങ്ങൾ കറങ്ങാണ്. പലരോടും അതാ ഗ്രൂപ്പ് ചാറ്റിങ്ങും പേഴ്സണൽ ചാറ്റിങ്ങും ഒക്കെ പലരോടും നടത്തുകയാണ്. ഭർത്താവിനങ്ങളും അവമതിക്കാണ്, മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണ്. നിങ്ങൾക്ക് ആലോചനയുണ്ടോ? ഗൾഫ് എന്നൊക്കെ പറഞ്ഞ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? മുസാഫിന്റെ നടുക്കഷ്ണം എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? കള്ളവിടെ ഉണ്ട്, പെണ്ണവിടെ ഉണ്ട്. ഇവിടെ കിട്ടുന്നതിനേക്കാളൊക്കെ സുലഭമായിട്ട് അതൊക്കെ അവിടെയും കിട്ടും. പക്ഷേ ഈ തിരക്കും ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ടെൻഷനും പിരിമുറുക്കവും കഫീലിന്റെ കലമ്പും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും നടുവിലിങ്ങനെ കറങ്ങുമ്പോൾ എത്രേ അനാചാരത്തിലേക്ക് ക്ഷണിക്കാൻ എന്തൊക്കെ കോലം കെട്ടുന്ന പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളത്. എത്ര മെസ്സേജുകളാണ് ഫോണിലേക്ക് വരുന്നത്. അതൊന്നും അവൻ ശ്രദ്ധിക്കാതെ, അതൊന്നും അവൻ നോക്കാതെ ഈ പരിസരത്ത് കാണുന്ന ഒരൊറ്റ പെണ്ണിലേക്കും ഡ്രസ്സ് ധരിച്ചതും ഡ്രസ്സ് ധരിക്കാത്തതും, ഔറത്ത് മറച്ചതും ഔറത്ത് മറക്കാത്തതും, ഇങ്ങനെ വ്യത്യസ്തമായ പല രാജ്യങ്ങളുള്ള പല പെണ്ണുങ്ങളുള്ള നാട്ടില് ഒരൊറ്റ പെണ്ണിലേക്ക് അവന്റെ കണ്ണ് പോകാതെ, ഒരൊറ്റ പെണ്ണിലേക്ക് അവന്റെ മനസ്സ് നീങ്ങാതെ അവൻ നടന്നു പോകുന്നത്, യാത്ര ചെയ്യുന്നത് അവന്റെ കൽബിൽ നീ മാത്രമുള്ളത് കൊണ്ടാണെന്ന് മറക്കണ്ട. നീയും നിന്റെ മക്കളും അവന്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞ് കത്തി, നിന്റെ മുഖം അവന്റെ മനസ്സിലിങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. എന്റെ ഭാര്യനെ ചതിച്ചുകൂടാ എന്ന നല്ല തിരിച്ചറിവിലാണ്, അവന്റെ ഈമാനിന്റെ സംരക്ഷണത്തിലാണ്. നിന്റെ കയ്യിൽ കാണുന്ന പല പോലുള്ള ഫോണ് കാണുന്നത്, നിന്റെ വീട്ടിൽ നിനക്ക് തിരക്കുണ്ടാകുന്നത്, നീ അധ്വാനിക്കാതെ നിനക്ക് ഈ വീട്ടിൽ തിരക്കുണ്ടായത് അവൻ നിന്നെ മാത്രം സ്നേഹിച്ചിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ ശ്രദ്ധ ഒരു പെണ്ണിലേക്ക് തിരിഞ്ഞാൽ, എന്റെ ഭാര്യ എന്നെ മെയിൻഡാക്കുന്നില്ലല്ലോ എന്നുള്ള വേദനയിൽ ഒരു പെണ്ണിലേക്ക് അവന്റെ മനസ്സ് തിരിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മിസ് കോള് തിരിച്ചടിച്ചാൽ പിന്നെ നിന്റെ കയ്യിൽ പല പോലുള്ള ഫോണ് കാണൂല. പിന്നെ ഐഫോണ് പോയിട്ട് ഒരു സാധനം നിന്റെ കയ്യിൽ ഉണ്ടാകൂല. നിന്റെ മക്കൾക്ക് സ്കൂളിൽ പൈസ അടക്കേണ്ടി വരൂല. അവനെ കാണണമെങ്കിൽ ഇടുന്ന് അങ്ങോട്ട് പൈസ അയക്കേണ്ടി വരും. അതൊന്നും അവിടെ മതിയാകൂല. അവന്റെ ഈമാനിന്റെ കടുപ്പം കൊണ്ടാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങൾ പറയും നമുക്ക് വിഷമാണ് ഉസ്താദേ, സങ്കടാണ്, പ്രയാസാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും നിങ്ങളെ കുടുംബം ഇവിടെ ഉണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭർത്താവിന്റെ കുടുംബമുണ്ട്, എല്ലാ കുടുംബവും ഇവിടെ ഉണ്ട്. അവിടെ അവൻ എന്ത് സൗകര്യമാണെന്ന് പറഞ്ഞാലും, ഗൾഫിൽ എന്ത് സൗകര്യത്തിലാണ് അവനുള്ളത് എന്ന് പറഞ്ഞാലും, നീ അവിടെ ഇല്ല എന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നിങ്ങൾ കൂടെ ഇല്ല എന്നത് ഏറ്റവും വലിയ സങ്കടമാണ്. നിങ്ങളെ മാത്രം മനസ്സിൽ വെച്ചിട്ട് അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ മനസ്സ് വേദനിപ്പിക്കാതെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിൽ സങ്കടം വരുത്താതെ നിങ്ങൾ നന്നായി ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കണേ. വേണ്ട ഖുദുമത്തുകൾ ചെയ്തു കൊടുക്കണേ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ആ കുടുംബത്തിൽ ഖൈറുണ്ടാകും, ആ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും, ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. നോക്കുങ്ങൾ, ഇത് ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ അടുത്ത് നമ്മളെ നാട്ടിലെ ഒരാളോട്, കുറച്ച് പ്രായമുള്ള ആളാ, മൂപ്പരോട് ഞാൻ ചോദിച്ചു, കാക്ക നിങ്ങൾക്ക് റാഹത്തന്നല്ലേ? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എന്ത് സുഖാ മോനെന്ന്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ല പറയണ്ട, അൽഹംദുലില്ലാഹ് എന്നാണ് പറയേണ്ടത്. പക്ഷെ മൂപ്പര് പറഞ്ഞത് ഇങ്ങനെ, എന്ത് സുഖാ മോനെന്ന്. അപ്പൊ ഞാൻ മൂപ്പരോട് വെച്ച്, ഇത്താത്ത വീട്ടിലില്ലേന്ന്. ഞാൻ മൂപ്പര് ഭാര്യ വീട്ടിലില്ലേന്ന്. അപ്പൊ മൂപ്പര് ഓൾ ദുബൈയിലല്ലേ എന്നും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാണ് മൂപ്പര് കൈമലർത്തിയതിന്റെ അവസ്ഥ എന്ന് മനസ്സിലായി. അള്ളാഹു നമ്മളെ നന്നാക്കി തട്ടെ. നമ്മളെ ഭാര്യന്റെ വീട്ടിൽ ഉപ്പാപ്പയുണ്ടായിരുന്നു, ഉമ്മാമയുണ്ട്. ഇപ്പൊ അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. പാപ്പ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
നല്ല പ്രായമുണ്ട്. ഒരൊറ്റ ദിവസം ഒരു വേറെ താമസിച്ചിട്ടുണ്ടാവില്ല. ഒരു റൂമിൽ അപ്പുറം ഇപ്പുറം കട്ടിലുണ്ട്. ഉപ്പാപ്പ ചുമച്ചാലേ ഉമ്മാക്ക് റാഹത്താവും, ഉമ്മാമന്റെ ചുമ കേട്ടാലേ ഉപ്പാപ്പക്ക് റാഹത്താവുള്ളൂ. അത് ഖൽബിന്റെ ബന്ധമാണ്, ലൈംഗികതയല്ല. ലൈംഗികത ശാരീരിക ബന്ധങ്ങളെ കുറിച്ചല്ല. 75-90 വയസ്സുള്ള ഉപ്പാപ്പക്ക് 85 വയസ്സുള്ള ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാമ, ആ ഉമ്മാമനെ കാണുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം. മക്കളെ മക്കളൊക്കെ കൊടുക്കും, പക്ഷെ അതൊന്നും ഉപ്പാപ്പക്ക് റാഹത്താവൂല. ആ ചൂടുവെള്ളം ഓളെ കൈകൊണ്ട് തന്നെ കിട്ടിയ ഒരു സമാധാനം. ഇത് ഖൽബിന്റെ ഒരു സ്നേഹമാണ്, ദുർവാശിയല്ല. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. മക്കളോടും രക്ഷിതാക്കളോടും എല്ലാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ, ഭർത്താക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും പരിലാളനയും കിട്ടേണ്ട ഒരു സമയപ്പാന്നറിയോ? പ്രായമേറുന്ന സമയത്താണ്. ഇപ്പൊ ഇയാള് പറഞ്ഞതാണ്, മൂപ്പരെ ഭാര്യന്റെ മക്കളെ ആരോ പ്രസവിക്കാനായിട്ട് കൊണ്ടും ഭാര്യനെ അങ്ങോട്ട് കൊണ്ടേതാണ്. അപ്പൊ ഭർത്താവ് പൊതുവേ അങ്ങോട്ട് അങ്ങനത്തെ ഒരു സൂക്കേട്. ഭാര്യ പ്രസവിക്കാനാകുമ്പോൾ ഗൾഫിലുള്ള മക്കൾ എന്ത് ചെയ്യും? ഉമ്മാക്ക് വിസ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു 3 മാസത്തെ വിസ. ഉപ്പാക്ക് പറയാൻ കഴിയോ കൊണ്ടോല്ല മോനെ, ഞങ്ങൾക്കിടാരുമില്ല. സത്യത്തില് ഇന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് നിന്റെ ഭാര്യക്ക് പ്രസവ ശുശ്രൂഷ നടത്താനല്ല, ഉപ്പാക്ക് റാഹത്തായിട്ട് ജീവിക്കാനാ. നീ വേറെ വഴി നോക്കിക്കോളൂ. കൂടിപ്പോയാ ഇല്ല. ഇത് പല വീട്ടിലുള്ള സംഗതിയാ. പിന്നെ ചില നല്ല വീടുണ്ടാവും, ഉപ്പാനോട് ചോദിക്കും, ഉപ്പ പറയാണ് മോനുപ്പ നല്ല ബന്ധത്തിലാ, ഉപ്പ ഭാര്യ പ്രസവിക്കാൻ തന്നെ. അപ്പൊ ഉമ്മ പറയും, അല്ല ഉപ്പ പറയും, ഒരു കാര്യം ചെന്നാല് നീ ഉമ്മാനെ അങ്ങോട്ട് കൂട്ടിക്കോ. അത് ഉപ്പയും മകനും നല്ല ബന്ധത്തിലാണെന്നുള്ള അടയാള. നീ ഉമ്മാനൊരു കാര്യം, ഉമ്മാനെ അങ്ങോട്ട് കൂട്ടിക്കുക. എനിക്ക് ഏതായാലും പങ്ങളും മറ്റവരിലും ഉണ്ടല്ലോ, പ്രശ്നമില്ല. അതൊരു സ്നേഹമുള്ള കുടുംബമാണ്. അധിക വീട്ടിലും അങ്ങനല്ല. ഉപ്പാന്റെ സമ്മതം ഇല്ലാതെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താണ് ഓനല്ലേ ചെലവിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പട്ടിണിയായി പോവും, മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പാന്റെ സമ്മതം ഇല്ലാണ്ട് ഉമ്മാനെ ഗൾഫിലേക്ക് കൊണ്ടുവന്ന മക്കളുണ്ടോ? നിങ്ങൾ ഗൾഫ് മാത്രമേ കാണുള്ളൂ, സ്വർഗം കാണൂല ഉമ്മമാരെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഭർത്താവിന്റെ സമ്മതം ഇല്ലാണ്ട് നിങ്ങൾ മക്കളെ കൂടെ ഗൾഫ് പോവുക പറ്റൂല. ഉപ്പാക്ക് ഒന്നെങ്കിലും ഉപ്പാക്ക് വിസ കൊടുക്കണം. ആരും ഉപ്പ പഴയ പൊളിഞ്ഞ ഇസ്തരിപ്പെട്ടിയ ഉപ്പാപ്പക്ക് തീരെ വിലയില്ല. റോട്ടും വന്ന് പിള്ളേർ ഇങ്ങനെ നടക്കുന്നു. മറ്റേ തമിഴന്മാർ പഴയ സാധനം ഉണ്ടാ, പഴയ സാധനം ആക്കിരി എടുക്കാൻ വേണ്ടി വരുന്നു. പിള്ളേർ ഓടി വന്നിട്ട് ഉപ്പാപ്പാനെ പറഞ്ഞു, ആ ഉപ്പാപ്പാനെ നോക്കി ആള് വന്നിട്ട് ആക്രി. ഉപ്പാപ്പക്ക് വിലയില്ല. അങ്ങനത്തെ എത്ര വീടുകളുണ്ട്. മക്കൾക്ക് ഉപ്പാപ്പാനോടൊരു വിലയുമില്ലാതെ വയസ്സന്മാരായിട്ട് കിടക്കുന്ന ചുരുണ്ട് കിടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഭർത്താക്കന്മാരുടെ ഖിദ്മത്തിലാണ് നിങ്ങളുടെ സ്വർഗമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ താല്പര്യമുണ്ട്. തങ്ങളെ ചോദിക്കുന്ന, എനിക്ക് ഭർത്താവുള്ള പെണ്ണാണോ നീ? തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. തങ്ങളെ ചോദിക്കുന്ന, നിനക്ക് ഭർത്താവുള്ള പെണ്ണാണോ നീ? അപ്പൊ പറയുന്ന ഭർത്താവുള്ളവളാണ്. ഹബീബായ തങ്ങള് പറഞ്ഞ് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തോ, ആ വയസ്സനായ മനുഷ്യനില്ലേ, ബടിയും കുത്തി നടക്കുന്ന മനുഷ്യൻ, അവൻ മാത്രമാണ് നിന്റെ സ്വർഗം, അവൻ മാത്രമാണ് നിന്റെ നരകം. കർണൂരിലെ പള്ളിയിൽ നിന്നിങ്ങനെ ബടിയും കുത്തിയിട്ട് ഇങ്ങനെ വരുമ്പോ ഉമ്മ മക്കളോട് പറയുന്നതാ വരുന്ന് ചോറെടുത്ത് വെച്ചേ, ഇതാ വരുന്ന് ചോറെടുത്ത് വെച്ചേ. ഉമ്മ മക്കളോട് പറയാണ്. അധിക വീട്ടിലുള്ളൊരു സങ്കടം എന്താണെന്നറിയോ? ചെറുപ്പകാലത്തിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ ഉമ്മയും ബാപ്പയും ചെറുപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പഴയ കാലല്ലേ, ചിലപ്പോ ഉമ്മാക്ക് എന്തെങ്കിലും ബായിൽ എന്തെങ്കിലും മോശം കൊണ്ട് ഉപ്പാന് ചിലപ്പോ തല്ലെല്ലാം കൊണ്ടിട്ടുണ്ടാവാം. ചിലപ്പോ ഒരടിയെല്ലാം ചിലപ്പോ കൊണ്ടിട്ടുണ്ടാവാം. അതെല്ലാം ഈ വലുതായാലും മക്കളോട് പറയും, എന്റെ ഉപ്പ ഇപ്പോലെ പാവായിട്ട് നിൽക്കുന്നു, പണ്ട് ഭയങ്കര അടിയനും, എന്റെ മൂക്കുന്ന ഭയങ്കര ചോരെല്ലാം വന്ന് പല്ലെല്ലാം വേറെ വെച്ചതാണ്, എല്ലാം മക്കളോട് പറയും. ഈ മക്കളെന്ത് ഇതെല്ലാം കേട്ടിട്ടല്ല ഉപ്പ കാണിച്ചു കൊടുക്കാന്നുള്ളതൊക്കെ മക്കളും ഉമ്മയും മക്കളും പുരയിൽ ഒരു മുന്നണിയാ. അധിക വീട്ടിലും ഉമ്മയും മക്കളും ഒരു മുന്നണിയാണ്. ബാപ്പ വീട്ടിൽ നിന്ന് വെളിയിലാണ്. ബാപ്പക്ക് പുരയിൽ ഒരു സമാധാനമില്ല. ഞാൻ ഒന്നുകൂടി പറയാം, പല സ്ഥലത്തും ഞാൻ വാതിന് പോയാല്, നമ്മൾ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, ചോദിച്ചിട്ടില്ല. നിങ്ങളെ ഉപ്പയമ്മൽ ഹയാത്തിലുണ്ടോ? ഞാൻ പിരിവെടുക്കുമ്പോൾ അധികം ചോദിക്കും, നിങ്ങളെ ഉപ്പയമ്മൽ ഹയാത്തിലുണ്ടോ? അധികവും വരുന്ന മറുപടി എന്ന് അറിയോ? ഉപ്പ മരിച്ച ഉസ്താദെ ഉമ്മ ഹയാത്തിലുണ്ട്. നമ്മളെ ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ ഉമ്മന്റെ ഉമ്മന്റെ അടുത്ത് എത്തിയാൽ ഉമ്മന്റെ കൈ കൊണ്ട് തലയിൽ വെക്കാതെ മന്ത്രിക്കാതെ ഞാൻ പുറത്തിറങ്ങൂല. എന്റെ ഉമ്മ എനിക്ക് ജീവനാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഉമ്മാക്കും മാപ്പാക്കും നമുക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഉമ്മ വിരോധിയായിട്ട് പറയല്ല. അധിക വീട്ടിലും ബാപ്പ ഖബറിലും ഉമ്മ വീട്ടിലുണ്ടാവും. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയത്? എന്തുകൊണ്ടാണ് ഭർത്താവ് പെട്ടെന്ന് തീർന്നുപോയത്? എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷ എടുക്കുന്നവൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബസ് ഓടിക്കുന്ന ഡ്രൈവർ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോ, പള്ളിയിൽ നിന്ന് ഉറങ്ങുമ്പോ ആണുങ്ങൾ പെട്ടെന്ന് തീർന്നു പോകാൻ കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ? ഉപ്പമാര് പെട്ടെന്ന് അടിച്ചു പോകാൻ കാരണം എന്താ? ആരോഗ്യ ആണുങ്ങൾക്കല്ലേ കൂടുതലുള്ളത്, അവരല്ലേ കൂടുതൽ പണിയെടുക്കുന്നത്. എന്നിട്ടും എന്തേ പുരുഷന്മാര് പെട്ടെന്ന് തീർന്നു പോയത്? എനിക്ക് മനസ്സിലായ ഒരു കാരണം ഞാൻ പറയാം. ഓ സഹോദരങ്ങളെ, വീട്ടിലതാ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭാര്യ പറയാണ്, അപ്പുറത്തെ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, 19 വയസ്സ് 20 വയസ്സ് നമ്മളെ മകൾക്കായില്ലേ, അതുകൊണ്ട് നമ്മൾ കല്യാണം തെരഞ്ഞെടുക്കണ്ടേ, പുതിയാപ്പിള്ള നോക്കണ്ടേ എന്ന് പറയാൻ. ഭാര്യനോട് ഭർത്താവ് പറയാണ്, അല്ല ഭർത്താവിനോട് ഭാര്യ പറയാണ്, ഉപ്പാനോട് ഉമ്മ പറയാണ്, മകൾക്ക് പുതിയാപ്പിൾ നോക്കണ്ടേ, നമ്മളെ പൊരലൊന്ന് ശരിയാക്കണ്ടേ. മൂപ്പരാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ബേജാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്. അപ്പോ പെണ്ണുങ്ങളോട് ഭർത്താവ് പറഞ്ഞു, അവരെല്ലാം നല്ല സമ്പത്തല്ലേ ഉള്ള ആളല്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം, അള്ളാഹു ഒരു ബൈ തുറക്കാണ്ടിരിക്കൂല, നിങ്ങൾ ഇങ്ങനെ അള്ളാഹ് ബൈ തുറക്കുന്നുണ്ട് അവിടെ നിന്നോ. പെണ്ണുങ്ങൾ രണ്ടാമത്തെ വർത്താനം. പിന്നെ അതങ്ങനെ പറഞ്ഞ് പെണ്ണുങ്ങൾ മൂക്ക് പിടിക്കാൻ തുടങ്ങും, പെണ്ണുങ്ങൾ കണ്ണ് നിറയാൻ തുടങ്ങും, പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങും. ഇയാളെന്തോ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ട് നമുക്ക് നോക്കാം, അൽഹംദുലില്ലാഹ് നോക്കാം, ഒരു വഴി നോക്കാം, ഞാനും ആ ടെൻഷനിലാണ് എന്നാ പറഞ്ഞത്. അതൊന്നും പോരാ, പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും, സമ്മർദ്ദത്തിലായിക്കൊണ്ടേയിരിക്കും. സ്ഥലം വാങ്ങണം, പുര കെട്ടണം, പെയിന്റ് മാറ്റണം, അതിങ്ങനെ മാറ്റണം, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ, വർത്താനം പറഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങും. അങ്ങനെ കരഞ്ഞാൽ ആ കരച്ചിലിന് ശബ്ദം കൂടും. നീ കരയില്ലേ എന്ന് പറഞ്ഞാൽ പിന്നെയും കരയും. അത് കേട്ടിട്ട് മക്കൾ ഉറങ്ങാൻ കിടന്ന മക്കളടക്കം എഴുന്നേറ്റ് വരും. ഉമ്മ കരയുന്ന കേട്ടിട്ട് മക്കള് കരുതും ഉപ്പ എന്തോ അടിച്ചിട്ടാ മറ്റേ കരയുന്നത്. കൂട്ടത്തിൽ അവരും കരയും. അവര് കരഞ്ഞാൽ ആ വീട്ടിൽ കൂട്ടക്കരച്ചിലാണ്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ ഇങ്ങനെ കൽബ് പൊട്ടുകയാണ്. നിങ്ങൾക്ക് കരയാം, നിങ്ങൾക്ക് വാശി പിടിക്കാം, അത് വേണം ഇത് വേണമെന്ന് നിങ്ങൾക്ക് ഭർത്താവിനോട് വാശി പിടിച്ചു പറയാം. നിങ്ങൾക്ക് മാറത്തടിക്കാം, മുടി പറിച്ചിടാം, അട്ടഹസിക്കാം, മക്കളെയും ചേർത്തു പിടിച്ച് ഞാനും എന്റെ മക്കളും മരിച്ചു കളയൂന്ന് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം. പക്ഷെ പൊരയിൽ ആണായിട്ട് നിൽക്കുന്ന ഈ ഭർത്താവില്ലേ, ഇയാൾക്ക് കരയാൻ അവകാശമില്ല, ഇയാൾക്ക് കണ്ണ് നിറയാൻ പറ്റില്ല. ബാപ്പ ഒരു വീട്ടിൽ നിന്ന് കരഞ്ഞാൽ ആ വീട് പിന്നെന്തിനാ കൊള്ളുക? അതുകൊണ്ട് സിംഹം നിൽക്കണത് പോലെ ധൈര്യത്തോടെ എല്ലാം സഹിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നിൽക്കണം. കരയാൻ പോലും വീട്ടിൽ അവകാശമില്ല. അങ്ങനെ മുഴുവൻ സമ്മർദ്ദങ്ങളും കൽബിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഭർത്താക്കന്മാർ അറ്റാക്കായി അടിച്ചു പോകുന്നത്, പെട്ടെന്ന് തീർന്നു പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം നമ്മുടെ ഭർത്താക്കന്മാർ.